إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഏത് സാഹചര്യത്തിലും അനുസരിക്കാനും അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ജീവിക്കാനും ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മസ്ജിദുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ഖുതുബയിലും നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, ഒരു സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ലാതെ നീ നിസ്കരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ പെട്ടതാണ് നമസ്കരിക്കുന്ന ആളുകൾ സുത്രയിലേക്ക് തിരിഞ്ഞ്, ഒരു മറയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പനയുടെ രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര. ഒരൽപ്പം കനത്തോടുകൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത്. ഒരു സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ലാതെ നീ നിസ്കരിക്കരുത്. നിസ്കരിക്കുകയാണെങ്കിൽ ഒരു സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പോൾ നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുത്ര എന്നത് അനിവാര്യമായ കാര്യമാണ്. സുത്ര സ്വീകരിക്കൽ, നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിൽ മറ സ്വീകരിക്കൽ, അത് നിർബന്ധമാണോ അതോ സുന്നത്താണോ എന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് എല്ലാം നിർബന്ധമാണ്, നിസ്കരിക്കുന്ന ആൾ മുമ്പിൽ മറ സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും നിസ്കരിക്കുന്നതിന് മുമ്പിൽ മറ സ്വീകരിക്കൽ, സുത്ര സ്വീകരിക്കൽ അത് സുന്നത്തുൻ മുഅക്കദ, ശക്തമായ സുന്നത്താണ് എന്ന അഭിപ്രായമുള്ള ആളുകളാണ്. സുന്നത്തുൻ മുഅക്കദ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരമാവധി ഒഴിവാക്കാതെ നിർവഹിച്ചിരുന്ന, അല്ലെങ്കിൽ ധാരാളമായി ശക്തമായി അവിടുന്ന് പ്രേരിപ്പിച്ചിരുന്ന സുന്നത്തുകൾക്കാണ് സുന്നത്തുൻ മുഅക്കദ എന്ന് പറയുന്നത്. ശക്തമായ സുന്നത്താണ് എന്ത്? നിസ്കരിക്കുമ്പോൾ മുമ്പിൽ മറ സ്വീകരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഇലാ സുത്രത്തിൻ ഫല്യദ്നു മിൻഹാ. ഇനി എങ്ങനെയാണ് സുത്ര വെക്കേണ്ടത്? നമസ്കരിക്കുന്ന ആൾ മുമ്പിൽ എങ്ങനെയാണ് മറ സ്വീകരിക്കേണ്ടത്? സുത്ര ഒരു ഭാഗത്ത് വെച്ച് വേറെ എവിടെയെങ്കിലും പോയി നിസ്കരിക്കലാണോ? അല്ല, അതിനോട് അടുത്ത് നിൽക്കണമെന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയിൽ പെട്ട കാര്യമാണ്. എത്രത്തോളം അടുത്ത് നിൽക്കണം? ഒരു സുത്രയോട് എത്രത്തോളം അടുത്ത് നിൽക്കണം? അതും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പോൾ അവിടുന്ന് സുജൂദ് ചെയ്താൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച ആ മറക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ സുജൂദിനും ഇടയിലുള്ള ദൂരം മമറുഷാത്ത്, ഒരു ആടിന് നടക്കാൻ എത്ര ദൂരം, എത്ര സ്ഥലം വേണം?
അത്രയും സ്ഥലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്താൽ പിന്നീട് ആ മറയുമായി ഉണ്ടായിരുന്നത് എന്ന് മഹാനായ സഹ്ൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അത്രയും ദൂരം വ്യത്യാസത്തിലായിരിക്കണം നമ്മൾ മറ സ്വീകരിക്കേണ്ടത്. സുജൂദ് ചെയ്യുമ്പോൾ പിന്നെ ഒരു ആടിന് കടന്നു പോകാൻ എത്ര സ്ഥലം വേണം? വളരെ കുറച്ച് സ്ഥലമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതുപോലെ ആ ഒരു ദൂരത്തിൽ സുജൂദ് കഴിഞ്ഞാൽ അത്രയും സ്ഥലം ബാക്കിയാകുന്ന രൂപത്തിൽ മറ സ്വീകരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതാണ് മറക്കും നമുക്കും ഇടയിൽ ഉണ്ടായിരിക്കേണ്ട ദൂരം. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ സുത്ര സ്വീകരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്ര. നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ഒരു സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. വൽയദ്നു മിൻഹ, അതിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ യഖതഉ ശൈത്താനു അലൈഹി സ്വലാത്തഹ്. ശൈത്താൻ അവന്റെ നിസ്കാരം മുറിക്കാതിരിക്കാൻ അത് അനിവാര്യമാണ് എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാന്മാരായ ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. നിസ്കരിക്കുമ്പോൾ ഖുശൂഅ്, നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവുക എന്നുള്ളത്, അനാവശ്യമായ ചിന്തകൾ ഇല്ലാതെ നിസ്കരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇഖാമത്തുസ്സലാ, ഇസ്ലാം കാര്യങ്ങൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം കാര്യത്തിൽ രണ്ടാമതായി പറഞ്ഞ കാര്യം നമസ്കരിക്കുക എന്നല്ല, നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇസ്ലാം 5 കാര്യങ്ങൾക്ക് മേൽ പടുത്തുയർത്തപ്പെട്ടതാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത്. എന്നിട്ട് രണ്ടാമതായി അതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണ്? ഇഖാമത്തുസ്സലയാണ്, നിസ്കരിക്കാനല്ല, 5 നേരം നിസ്കരിക്കാനല്ല പറയുന്നത്. മറിച്ച് അവിടുന്ന് പറയുന്നത് ഇഖാമത്തുസ്സലാഹ്, നിസ്കാരത്തിനെ ഇഖാമത്ത് ചെയ്യണമെന്നാണ്. എന്താണ് നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ? നിസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഫർള് നമസ്കാരങ്ങൾ ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിക്കണം. നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം. അതുപോലെ തന്നെ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ നിർവഹിക്കണം. അതുപോലെ തന്നെ ഖുശൂഅോടുകൂടെ നിർവഹിക്കണം. അപ്പൊ ഖുശൂഅ്, നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. അങ്ങനെ ഖുശൂഅ് ഉണ്ടാകാൻ, അനാവശ്യമായ ചിന്തകളില്ലാതിരിക്കാൻ, വസ്വാസുകളില്ലാതിരിക്കാൻ, ശൈത്വാന്റെ ഭാഗത്തു നിന്നുള്ള വസ്വാസുകളില്ലാതിരിക്കാൻ സുത്ര സ്വീകരിക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഈ സുത്രക്ക് എത്ര നീളമുണ്ടാകണം, എത്ര ഉയരമുണ്ടാകണം? ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, 1 ഷിബ്റോ 2 ഷിബ്റോ അതിന് ഉയരമുണ്ടായിരിക്കണം. ഷിബ്ർ എന്ന് പറഞ്ഞാൽ ഒരു ചാണിനാണെന്ന് പറയുന്നത് ഷിബ്ർ എന്ന് പറയുന്നത്. 1-2 ഷിബ്ർ അതിന് ഉയരമുണ്ടായിരിക്കണമെന്ന് ഉലമാക്കൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിവരിച്ചു തരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ചെറിയ വസ്തുവോ പേനയോ അതുപോലെ മൊബൈലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറയായി സ്വീകരിക്കേണ്ടത്. മറിച്ച് എന്താണ്? 1-2 ചാൺ ഉയരമുള്ള വസ്തുവായിരിക്കണം നമ്മൾ നിസ്കരിക്കുമ്പോൾ മറയായി സ്വീകരിക്കേണ്ടത്. ഇനി ഒരാൾക്ക് അങ്ങനെ മറയായി സ്വീകരിക്കാൻ ഒന്നും കിട്ടിയില്ല, മറയായി എന്തിനെങ്കിലും പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ മറയായി ഈ പറയപ്പെട്ടതുപോലെയുള്ള സുത്ര ഒന്നും ലഭിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഉലമാക്കൾ 2 നിലയിൽ അതിന് പരിഹാരം പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖുല്ലാഹ മസ്തതഅതും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സാധിക്കുന്ന അത്ര സൂക്ഷിക്കാനാണ്, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് തീരെ സാധിക്കാത്തൊരു കാര്യം അതിൽ നമുക്ക് ഇളവുകളുണ്ട്. അതിൽ നമുക്ക് കൃത്യമായും ഇളവുകൾ അല്ലാഹുവിന്റെ ദീൻ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സുത്രയും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒന്നും സുത്ര സ്വീകരിക്കാതെ തന്നെ നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർ
അങ്ങനെ സുത്ര ലഭിച്ചിട്ടില്ലെങ്കിൽ മുമ്പിൽ ഒരു വര വരച്ചാൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ വന്ന ഹദീസ് ദുർബലമാണ്. എന്നാൽ ഉലമാക്കൾക്ക് ഒരു വര എങ്കിലും വരച്ചാൽ മതിയാകും എന്ന നിലയിലും അഭിപ്രായമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, എന്തൊക്കെ നമുക്ക് സുത്രയായി വെക്കാവുന്നതാണ്? എന്തൊക്കെ നമുക്ക് സുത്രയായി വെക്കാവുന്നതാണ്? മഹാന്മാരായ ഉലമാക്കൾ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് സുത്രയായി വടി നാട്ടി വെച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നമസ്കരിച്ചതായി കാണാൻ സാധിക്കും. വബൈന യദൈഹി അനസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുമ്പോൾ അവിടുത്തെ മുമ്പിൽ വടി, അതിനെ സുത്രയായി വെച്ചുകൊണ്ട്, അതിനെ നാട്ടി വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതായി ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആയുധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന കുന്തണ്ടല്ലോ, അത് കുത്തിവെച്ചുകൊണ്ട്, ഭൂമിയിൽ കുത്തിവെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മരത്തെ മറയായി സ്വീകരിക്കാവുന്നതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ബദറിന്റെ അന്ന് രാത്രി, ബദറിന്റെ തലേദിവസം രാത്രി എല്ലാവരും ഉറങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴികെ. ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം രാത്രി റസൂൽ ഒഴികെ എല്ലാവരും ഉറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാതെ എന്ത് ചെയ്യായിരുന്നു? ആയുധം മൂർച്ച കൂട്ടായിരുന്നു. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി വരാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ച് നേരിടാനുള്ള വലിയ ആൾക്കൂട്ടത്തെ ഭയന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കായിരുന്നു. അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മറയായി സ്വീകരിച്ചത് ഒരു മരത്തെ മറയാക്കിക്കൊണ്ടാണ്, സുത്രയാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൂണുകൾക്ക് നേരെ, മസ്ജിദിൽ തൂണുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ സുത്രയാക്കിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമസ്കരിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടിലിൽ ഭാര്യ ഒക്കെ കിടക്കുമ്പോൾ അവർക്ക് അത് നമ്മൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അത് സുത്രയായി സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം നമസ്കരിച്ചതായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചെറിയ സൗകര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് സുജൂദ് ചെയ്യുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കാല് മുമ്പിലുണ്ടാകും. സുജൂദിലേക്ക് പോകുമ്പോൾ അവിടെ സുജൂദ് ചെയ്യാൻ കാല് ഉള്ളത് കൊണ്ട് പ്രയാസമായിരിക്കും. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മയുടെ കാലിൽ മെല്ലൊന്ന് തോണ്ടും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ കാല് വലിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ വീണ്ടും കാല് നിവർത്തി വെച്ച് കൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ കിടന്ന് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങളെ സുത്രയായി സ്വീകരിക്കാവുന്നതാണ്. അന്നത്തെ കാലത്ത് വാഹനങ്ങളായിട്ടുണ്ടായിരുന്നത് മൃഗങ്ങളായിരുന്നു. ഒട്ടകവും കുതിരയൊക്കെ ആയിരുന്നു അന്ന് വാഹനങ്ങളായിട്ടുണ്ടായിരുന്നത്. ആ വാഹനങ്ങളെ അതിൻ്റെ മുന്നിലേക്കോ പുറകിലേക്കോ തിരിഞ്ഞല്ലാതെ അതിനെ ലംബമായി വെച്ചുകൊണ്ട്, സുത്രയായി വെച്ചുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് താല്പര്യപ്പെടുന്നത് പോലെ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده. നമ്മൾ ഒന്നാമത്തെ ഖുതുബയിൽ അവസാനം പറഞ്ഞത് നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കൽ അനുവദനീയമായ എന്തൊക്കെ മറയായി സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. ഇനി നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട്. അതെന്താണ്? ഖബറുകൾക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കൽ അനുവദനീയമല്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ലാ തജ്ലിസു ഇലൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾക്ക് മേൽ ഇരിക്കരുത്. ലാ തജ്ലിസു അലൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾക്ക് മേലെ ഇരിക്കാൻ പാടില്ല. വലാ തുസല്ലു ഇലൈഹാ, ഖബറുകൾക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കാനും പാടില്ല. അത് മഹാന്മാരായ അമ്പിയാക്കളുടെ ഖബറാണെങ്കിലും മഹാന്മാരായ ഔലിയാ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരുടെ ഖബറാണെങ്കിലും സാധാരണക്കാരുടെ ഖബറാണെങ്കിലും ഖബറുകൾക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഹദീസ് മനോഹരമായ ഒരു ഹദീസാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ കൽപ്പന എന്താണ്? ലാ തജ്ലിസു അലൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾക്ക് മേലെ ഇരിക്കാൻ പാടില്ല. അതെന്താണ്? ഖബറുകൾക്ക് മേലെ ഇരുന്നാൽ എന്താ പ്രശ്നം? അത് ഖബറുകളോടുള്ള അനാദരവാണ്. അങ്ങനെ അനാദരവ് കാണിക്കാൻ പാടില്ല, ഖബറുകൾക്ക് മേലെ ഇരിക്കാൻ പാടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തുസല്ലു ഇലൈഹാ, ആ ഖബറുകൾക്ക് നേരെ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല. അത് ഖബറുകളോടുള്ള അതിരുകടന്ന ആദരവിൽ പെട്ടുപോകാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിനോട് സാദൃശ്യപ്പെടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിരോധിച്ചിരിക്കുന്നു. ആകെ നമുക്ക് അങ്ങനെ നമസ്കരിക്കൽ അനുവദനീയമായത് മയ്യത്ത് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ അനുവദനീയമാകുന്ന അവസ്ഥ വരുന്നുണ്ട് എന്നതല്ലാതെ ഖബറുകൾക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാർക്കും നസാറാക്കൾക്കുമെതിരെ സംസാരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കട്ടെ എന്ന അർത്ഥത്തിൽ സംസാരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരുടെയും നസ്രാനികളുടെയും പ്രശ്നമായി പറഞ്ഞത് അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ച ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ശാഫിഈ റഹിമഹുല്ലാ അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ശാഫിഈ റഹിമഹുല്ലയാണ് ഏറ്റവും അധികം ഇമാമുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ആ വിഷയത്തിൽ ഖബറുകൾക്ക് നേരെ നമസ്കരിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഖബറുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വളരെ ഗൗരവത്തോടുകൂടെ വളരെ അധികമായി സംസാരിച്ച ഇമാമാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. എന്നാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ആളുകളാണ് ഞങ്ങൾ, ഷാഫിഈ മദ്ഹബുകാരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഇന്നിവിടെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ എത്ര വലുതാണ് അല്ലേ? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന, അള്ളാഹുവിന് വേണ്ടിയുള്ള നമസ്കാരം, റബ്ബിന് വേണ്ടി മാത്രമായി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരങ്ങൾക്ക് മുമ്പിൽ ഖബറുകൾ വരാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖബറുകളെ തന്നെ ലക്ഷ്യം വെച്ച് ഖബറുകളിലേക്ക് സുജൂദ് ചെയ്യുന്ന ആളുകൾ, ഖബറിന്റെ മുമ്പിൽ ചെന്ന് കൈകൾ ഉയർത്തി ഖബറാളികളോട് തേടുന്ന ആളുകൾ, അതിന്റെ ഗൗരവം എത്രമേൽ വലുതായിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കൃത്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ള കാര്യമാണ് നമസ്കരിക്കുമ്പോൾ ഒരു മറ സ്വീകരിക്കുക എന്നുള്ളത്, സുത്ര സ്വീകരിക്കുക എന്നുള്ളത്. ആ സുത്ര യുടെ ഹുക്കുമിന്റെ വിഷയത്തിൽ അത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് തന്നെ അതെത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്നതിന് തെളിവാണ്. കാരണം വാജിബാണോ സുന്നത്താണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ആ വിഷയത്തെ പരിഗണിക്കണം. അപ്പോൾ ആ വിഷയത്തെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അത് നമസ്കാരത്തിന് ഖുശൂഅ് ലഭിക്കാൻ, ശൈത്വാൻ നമ്മുടെ നമസ്കാരത്തിൽ വസ്വാസുകൾ ഉണ്ടാക്കാതിരിക്കാൻ ഏറെ അനിവാര്യമായ കാര്യമാണ്. അതോടൊപ്പം നമ്മൾ ഒരിക്കലും ഖബറുകൾക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ പാടില്ല എന്നതുകൂടെ നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ അത് നമ്മൾ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിശ്വാസങ്ങളാകട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ കർമ്മങ്ങളാകട്ടെ, അത് പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഭൂരിപക്ഷം ചെയ്യുന്നതിന്റെ അതിന്റെ മാനദണ്ഡത്തിലോ ഏതെങ്കിലും വ്യക്തികൾ എഴുതി വെച്ചതിന്റെയോ കാണിച്ചു തന്നതിന്റെയോ അടിസ്ഥാനത്തിലോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ കലാമിന്റെ അടിസ്ഥാനത്തിൽ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് ചെയ്തതനുസരിച്ച്, മഹാന്മാരായ താബിഈങ്ങൾ ചെയ്തതനുസരിച്ച്, മഹാന്മാരായ തബഉൽ അത്ബാ ചെയ്തതനുസരിച്ച്, അവരുടെ മാതൃകയനുസരിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ദീൻ വിഷയം വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ പരിഗണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.